بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ വേദിയിലെ അധ്യക്ഷൻ, അതുപോലെ മറ്റ് സദസ്സിലും വേദിയിലുമൊക്കെ വന്നിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജനുവരി 19 നടക്കാനിരിക്കുന്ന ആദർശ സമ്മേളനത്തിൻ്റെ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രചരണ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ ഒരു കർമ്മം പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇങ്ങനെയുള്ള യുദ്ധങ്ങളെക്കുറിച്ചും ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ മനസ്സിൽ ഈ സമയത്തിനോ നമ്മുടെ ഇവിടേക്കുള്ള വരവിനോ യാതൊരു നഷ്ടവുമില്ല എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന പ്രയോഗങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഒരു വഴിയിൽ അറിവന്വേഷിച്ചുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗത്തിന്റെ വഴിയെ എളുപ്പമാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആത്മാർത്ഥമായ തേട്ടം മരിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നമുക്ക് വന്നു ചേരണമെന്ന് തന്നെയാണ്. അതുകൊണ്ടൊരു വിജ്ഞാന സദസ്സുകളും നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല. ഒക്കെ മഹാനായ അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഫലാ യജൂസു ലിൽ ഇൻസാനി അൻ യതസാഹല ഫീ ഹുദൂരിൽ മജാലിസിൽ ഇൽമി. അറിവിന്റെ മജ്ലിസുകളിൽ ഹാദിറാകുന്നതിനെ തൊട്ട്, വന്നു ചേരുന്നതിനെ തൊട്ട് നിങ്ങൾ നിസ്സാരത കാണിക്കാൻ പാടില്ല, അതിനെ അലസമായി നിങ്ങൾ കളയാൻ പാടില്ല. അദ്ദേഹം പറയുകയാണ്, എന്താണ് കാരണം? നിങ്ങൾ അതിനു വേണ്ടി സഅയ് നടത്തണം, പരിശ്രമിക്കണം. ലിഅന്നഹു ഖദ് യസ്തഫീദു ഫായിദ തകൂനു സബബൻ ലിദുഖൂലിൽ ജന്ന. നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അറിവായിരിക്കും, ഒരു വിജ്ഞാനമായിരിക്കും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നത് എന്ന് മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇരുത്തം വെറുതെയല്ല, നമ്മുടെ സമയം ചിലവഴിക്കൽ വെറുതെയല്ല. ഇതിനൊക്കെ വലിയ പ്രതിഫലങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിത സഞ്ചാരിയായി മാറിയിട്ടുണ്ടോ എന്ന ഒരു ആത്മവിചിന്തനമാണ് കുറഞ്ഞ നേരം കൊണ്ട് ഈ ഉള്ളവന്റെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാനും പറഞ്ഞത് പകർത്താനും കേട്ടത് പകർത്താനും ഒക്കെ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ആശുപത്രിയിൽ രോഗിയായി ചെന്ന ഒരു പെണ്ണിന്റെ കഥ എവിടെയോ കേട്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആശുപത്രിയിൽ രോഗിയായി ഡോക്ടർ അഡ്മിറ്റാക്കിയ സമയത്ത് അതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഡോക്ടറോട് നിർബന്ധം പിടിച്ച് അഡ്മിറ്റാക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടുന്ന പെണ്ണിനോട് ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ധൃതി പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് വേദന കൂടി പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും. ഈ പെണ്ണിന്റെ മറുപടി ഇങ്ങനെയാണ് ആ പ്രസംഗത്തിൽ കേൾക്കുന്നത്. പലപ്പോഴും പണ്ടൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു. എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ വേദനകളും വിരുദ്ധങ്ങളും വിഷമങ്ങളും ഞാനിങ്ങനെ ഓർത്തുകൊണ്ട് കരഞ്ഞ നിമിഷങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദീൻ പഠിക്കുന്ന ഒരു സംരംഭം എൻ്റെ കൂടെയുണ്ട്. ദീൻ കേൾക്കുന്ന ഒരു സംവിധാനം, ഞാൻ നിത്യേന അതിൻ്റെ ശ്രോതാവാണ്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഇന്ന് എൻ്റെ വേദനകൾ ആശ്വസിക്കുന്നത് പീസ് റേഡിയോ എന്ന് പറഞ്ഞ ആധുനിക ഓൺലൈൻ മാധ്യമത്തിൻ്റെ ശ്രോതാവായി കൊണ്ടാണ് എൻ്റെ വേദനകൾ അഖിലവും ഞാനിന്ന് കഴിച്ചു കൂട്ടുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ പീസ് റേഡിയോ എന്ന വാക്ക് പറയാൻ വേണ്ടി ആസൂത്രിതമായി പറഞ്ഞതല്ല. മതം ദീൻ ഒരാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായി പല വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഇല്ലാതെയാകും എന്നതൊരു സത്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സാരോപദേശം ഇതാ നിങ്ങൾക്ക് വന്ന് എത്തിയിരിക്കുന്നു. ഈ സാരോപദേശത്തിന്റെ പ്രത്യേകത എന്താ? വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങൾക്ക്, ശാരീരിക പ്രയാസങ്ങൾക്ക്, മാനസിക പ്രയാസങ്ങൾക്ക് ശമനമാണ്, ശിഫായാണ്. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് സന്മാർഗമാണ്, കാരുണ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, കുറച്ചൊക്കെ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനൊന്ന് ഉഷാറാകാം, എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയട്ടെ. ഇപ്പൊ കുറച്ച് ടൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയും എത്തുന്നില്ല, എല്ലായിടത്തും ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്.
എല്ലാം ഒന്ന് ശരിയായിട്ട് ചെയ്യാമെന്നാണ്. സഹോദരങ്ങളെ, എന്ത് ശരിയാകാത്തെ? എന്താണ് കാര്യങ്ങൾ എവിടെയും എത്താത്തെ? നമ്മൾ ചിന്തിക്കേണ്ടത് അത് ദീനിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വഴികളിൽ നമ്മൾ ഇടപെടുന്നിടത്ത് നമുക്ക് അപാകത വന്നിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം. മനസ്സിന്റെ സമാധാനത്തിനും മനസ്സിന്റെ ഉള്ളിലെ തണുപ്പിനും അതല്ലെങ്കിൽ വേദനകളുടെ ആ ഒരു വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ അറുതിക്കുമൊക്കെയുള്ള മരുന്ന് എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? ഫമനിത്തബഅ ഹുദായ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, തീർച്ചയായും എന്നിൽ നിന്ന് ഈ ഒരു മാർഗദർശനം നിങ്ങളിലേക്ക് വന്നു കിട്ടും. ഫമനിത്തബഅ ഹുദായ, ആരാണോ ഈ ഹുദയെ സ്വീകരിച്ചിട്ടുള്ളത്, ഫലാ യദില്ലു വലാ യഷ്ഖാ. ഫലാ യദില്ലു എന്നതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫലാ യദില്ലു ഫിദ് ദുനിയ, ദുനിയാവിൽ എന്ത് ചെയ്യുകയില്ല, ഒരു നിലക്കും അവർ പിഴച്ചു പോവുകയില്ല, വഴികേടിൽ അവർ ഉൾപ്പെടുകയില്ല. വലാ യഷ്ഖാ ഫിൽ ആഖിറ, പരലോകത്ത് അവർ ക്ലേശിക്കേണ്ടി വരികയുമില്ല. എന്ത് ചെയ്യണമെന്നറിയോ? വീട്ടിൽ ഖുർആൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഷെൽഫിൽ ഖുർആൻ ഭംഗിയായി അടക്കി വെച്ചിട്ട് കാര്യമില്ല, മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അതിനെ ജീവൽ ഗ്രന്ഥിയായി സ്വീകരിക്കുന്നിടത്ത്, പിന്തുടരുന്നിടത്ത്, അതിനെ പുൽകുന്നിടത്ത്, അതിനെ ഉൾക്കൊള്ളുന്നിടത്ത് നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ സഹോദരങ്ങളെ. നിങ്ങൾക്ക് വിഷമമുള്ള, പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞ് പള്ളിയിലോ വീട്ടിലോ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് 2 പേജ് പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അർത്ഥമറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ആത്മസംതൃപ്തിയോടെയും മനസ്സാന്നിധ്യത്തോടെയും ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതാൻ വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകളിൽ ഒരു മാറ്റം ഉണ്ടാകും. വലിയ പേമാരി പെയ്തിറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന പ്രകൃതിയുടെ ശാന്തത പോലെ നിങ്ങളുടെ മനസ്സുകൾക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ഒരു കുളിരും കുളിർമയും ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് ലഭിക്കും. അത് തീർച്ചയായും അനുഭവിക്കാൻ, ആസ്വദിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരീക്ഷിക്കണം, പരിശോധിക്കണം എന്നുള്ളതാണ്. ഒരു ഖുർആൻ ക്ലാസ്സിൽ ദൂരസ്ഥലത്ത് നിന്ന് പങ്കെടുക്കുന്ന ഒരു മനുഷ്യനോട് ആ ഖുർആൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഇത്ര പ്രയാസപ്പെട്ട് താങ്കൾ എന്തിനാണ് ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് വരുന്നത്? വളരെ ദൂരത്ത്, ബസ്സൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഖുർആൻ ക്ലാസ് നടക്കുന്നത്. അവിടെ നിന്ന് ക്ലാസ്സിൽ വന്ന് തിരിച്ചു പോകാൻ അദ്ദേഹം ഓട്ടോറിക്ഷയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോയി ആക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് തന്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കുക. എന്നിട്ട് കൂടി ആ ക്ലാസ്സിലേക്ക് മുടങ്ങാതെ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് പോലും അതിന്റെ സമയങ്ങളൊക്കെ ക്രമീകരിച്ച് എത്തിപ്പെടുന്ന മനുഷ്യനോട് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇത്ര ത്യാഗം സഹിക്കുന്നത്? നിങ്ങൾ ഇത്ര പ്രയാസങ്ങൾ അനുഭവിച്ച് ഖുർആൻ ക്ലാസ്സിലേക്ക് വരാൻ എന്താണ് കാരണം? ഈ ആള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ ഉമ്മയാണ് കാരണം, എന്റെ ഉമ്മയാണ് കാരണം. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഞാൻ എന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം, മോനെ ആ ഖുർആൻ എടുത്ത് 2 പേജ് നീ ഒന്ന് ഓത്, നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും. ഉമ്മ എന്നോട് പറഞ്ഞു, നീ 2 പേജ് ഖുർആൻ ഓതി, നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും. ആ ഉമ്മാന്റെ ഉപദേശമാണ്. ഇവിടെ ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്ര ദൂരം താണ്ടേണ്ടി വന്നാലും വേണ്ടില്ല, ഞാൻ ആ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം അത് അത്ര വലുതാണ്. സഹോദരങ്ങളെ, കിട്ടും. എന്താണ് കാരണം? അത് ഏതെങ്കിലും കവികളുടെ വാചകങ്ങളല്ല, അത് ഏതെങ്കിലും സാഹിത്യകാരന്മാർ അവരുടെ ഭാവനകളിൽ ഉണ്ടാക്കിയ വചനങ്ങളില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാ, ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നതിനെ കൊണ്ട് നാം സത്യം ചെയ്യുന്നു. വമാ ലാ തുബ്സിറൂൻ, അതേപോലെ തന്നെ നിങ്ങൾ കാണാത്ത വസ്തുക്കളെ കൊണ്ടും നാം സത്യം ചെയ്യുകയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും മാന്യനായ ഒരു ദൂതന്റെ അടുക്കൽ കൊടുത്ത
കൊടുത്തയച്ച കൃത്യമായിട്ടുള്ള വാചകങ്ങളാണിത്. വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു കവിയുടെ വാചകങ്ങളല്ല, ഇതൊരു കവിയുടെ വചനങ്ങളല്ല. ഖലീലം മാ തുഅ്മിനൂൻ, കുറച്ചാളുകൾ മാത്രമാണ് വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ വാചകങ്ങളല്ല. ഏതെങ്കിലും പ്രവചനങ്ങളോ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളോ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ജ്യോത്സ്യന്റെ വാചകങ്ങളല്ല. ഖലീലം മാ തദക്കറൂൻ, കുറച്ചാളുകൾ മാത്രമാണ് ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ ഏതാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഈ ഖുർആൻ നമ്മൾ എടുത്ത് ഓതുമ്പോൾ, അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഇത് എന്റെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. എത്ര അഭിമാനത്തോടു കൂടി നമ്മുടെ കയ്യിലെടുത്ത് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഖൈറായിട്ടുള്ള ഖൈറു കലാമി കലാമുല്ലാഹ് എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് കേവലം പാരായണം മാത്രം ഒതുക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം, അതിന്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ യാത്ര ചെയ്താലോ സഹോദരങ്ങളെ, ഒരു നിലക്കും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കും, എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അവർ പറയും, അല്ലാഹയാണ്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. എന്നിട്ട് അവരോട് നബിയെ ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുജ്ജിൻ ഹൽ ഉന്ന കാശിഫാതു ദുജ്ജി. അല്ലാഹു പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെന്തെങ്കിലും അല്ലാഹു എന്തെങ്കിലും ദോഷങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനെ മാറ്റിത്തരാൻ അവരെ കൊണ്ട് സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഉന്ന മുംസികാതു റഹ്മ. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ അവരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. എങ്കിൽ ഖുൽ ഹസ്ബി അല്ലാഹ് പറയാൻ സാധിക്കണം, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് മതി. വഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അതുകൊണ്ട് പരമേൽപ്പിക്കുന്നവർ അവനിൽ പരമേൽപ്പിച്ചു കൊള്ളട്ടെ. സഹോദരങ്ങളെ, ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നാലും എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ ഒരാളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്, യാതൊരു നിലക്കുമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പക്ഷിയുടെ ഹൃദയമുള്ളവർ സ്വർഗ്ഗത്തിൽ പോകും എന്നതാണ്. എന്തേ? ഏതെങ്കിലും ഒരു പക്ഷി വൈകുന്നേര സമയത്ത് എവിടെയെങ്കിലും ആകുലമായിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാളെ എന്താണ് എന്റെ ഭക്ഷണം എന്ന് ആലോചിച്ച്, നാളെ എന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച്, എന്റെ മക്കളുടെ വിഷയത്തിൽ എന്താകുമെന്ന് ചിന്തിച്ച് ആകുലതപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷിയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നറിയോ? ഖുർആൻ അതിന്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അന്വർത്ഥമാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അതൊക്കെ സാധിക്കുകയുള്ളൂ. പക്ഷിയുടെ ഹൃദയമുള്ളവർ സ്വർഗ്ഗത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ, നമുക്കൊരു രോഗം ബാധിച്ചാൽ എന്റെ റബ്ബന്റെ രോഗം മാറ്റിത്തരും എന്ന് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ക്ഷമയോടെ സഹനത്തോടെ അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മനസ്സ് കിട്ടുന്നത് ഖുർആനിൽ നിന്ന് മാത്രമാണ് ഒരാൾക്ക് കിട്ടുകയുള്ളൂ. ആ മനസ്സ് കിട്ടാൻ ഖുർആനിലൂടെ യാത്ര ചെയ്യണം എന്നത് തന്നെയാണ് രോഗിയുടെ ശരീരത്തിൽ കൈവച്ച് അല്ലാഹുമ്മ റബ്ബൻ നാസി
അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി. അല്ലാഹുവേ, നീയാണ് ഷാഫി എന്നൊരാൾ പറയുമ്പോ, നീയാണ് ശിഫ നൽകുന്നവൻ എന്നൊരാൾ പറയുമ്പോ, സഹോദരങ്ങളെ, എന്റെ റബ്ബ് എല്ലാ രോഗവും ശിഫയാക്കി തരുന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഫഇദാ മരിതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ എന്റെ റബ്ബാണ് എന്റെ രോഗം മാറ്റുന്നവൻ. സഹോദരങ്ങളെ, ഈ ഖുർആനിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഖുർആനിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കുക, റബ്ബ് പറഞ്ഞ വിധിവിലക്കുകളെ സ്വീകരിക്കുക, അല്ലാഹു തിന്മയാണെന്ന് പറഞ്ഞതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു മാറ്റാൻ കഴിവില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു മാറാ രോഗം ഇല്ല സഹോദരങ്ങളെ. ഒരു രോഗം മാറില്ല എന്ന് പറയാൻ ആർക്കാണ് സഹോദരങ്ങളെ സാധിക്കുക? മാറും എന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഒരു രോഗിയും വിഷമിക്കേണ്ട കാര്യമില്ല, ഒരു രോഗിയും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ജീവിപ്പിക്കുന്ന റബ്ബിനെന്തേ രോഗം മാറ്റാൻ കഴിയാതെ പോകുന്നു? സഹോദരങ്ങളെ, ചിന്തിക്കണ്ടേ. ഒരു മനുഷ്യനെ ആകമാനം സൃഷ്ടിച്ച റബ്ബിന് ആ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയില്ലേ? അത് മാറ്റാൻ കഴിയില്ലേ? അതൊക്കെ റബ്ബിന് കഴിയും, അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾ സ്വീകരിക്കുകയെന്നറിയോ? ഇത് ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. സൂറത്തു ത്വാഹയിലും മറിയമിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു മറിയമിൽ സക്കരിയ നബിയുടെ ചരിത്രം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ, ഏ സക്കരിയ, നിനക്ക് ഒരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആരാ സക്കരിയ നബി? ഈ പ്രായമായിട്ടും കുട്ടികളില്ലാതെ അല്ലാഹുവിനോട് നിരന്തരം കുട്ടിയെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബി റബ്ബിനോട് പറയാ, അല്ലാഹുവേ, എനിക്കൊരു സന്താനം വേണം. അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുമ്പോ സഹോദരങ്ങളെ, സക്കരിയ നബിയുടെ ചോദ്യം എന്താണെന്നറിയോ? റബ്ബി അന്നി യകൂനു ലീ ഗുലാം. അല്ലാഹുവേ, എനിക്കെങ്ങനെയാ ഒരു കുട്ടി ഉണ്ടാകുന്നത്? വകാനത് ഇംറഅതി ആഖിറ. എന്റെ പെണ്ണ് വന്ധ്യയാണ്, പ്രസവിക്കില്ല എന്നല്ലേ ശാസ്ത്രം പറഞ്ഞത്, വൈദ്യം പറഞ്ഞത്? അതല്ലെങ്കിൽ അവിടത്തെ ഒരു നിഗമനം അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ പ്രായം ഇങ്ങനെ കൂടിയിട്ടുണ്ട്, എന്റെ തലയിലെ മുടികൾ ഇങ്ങനെ നരച്ച് തിളങ്ങുമാറ് അത്രയും പ്രായാധിക്യമായിട്ടുണ്ട്, എന്റെ ശരീരത്തിന്റെ എല്ലുകളിലെ മജ്ജകൾ വരെ ദുർബലമായിട്ടുണ്ട്. എങ്ങനെയാ എനിക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്, ഖാല കദാലിക, അല്ലാഹു പറഞ്ഞു അപ്രകാരം തന്നെ, ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ. അല്ലാഹു പറഞ്ഞു, ആ കാര്യം എനിക്ക് വളരെ എളുപ്പമാണ്. ഒരു കുട്ടിയെ സംവിധാനിക്കാൻ എനിക്ക് ആണ് വേണമെന്നില്ല, ഒരു കുട്ടിയെ നൽകാൻ. മറിയം ബീവിയിലൂടെ അല്ലാഹു ഒരു കുട്ടിയെ നൽകിയപ്പോ അവിടെ ഒരു ആണുണ്ടായിരുന്നില്ല. കാരണങ്ങൾക്കപ്പുറം കാര്യം നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. കാരണങ്ങൾ അല്ലാഹു വേണ്ട, സബബുകൾ അല്ലാഹു വേണ്ട. അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. ആ റബ്ബല്ലാതെ അങ്ങനെ നടത്തിത്തരാൻ ഒരാൾക്കും സാധിക്കില്ല. സഹോദരങ്ങളെ, ഒരു ആണിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചില്ലേ റബ്ബ്? ആദം നബി അലൈഹിസ്സലാമയിൽ നിന്നാണ് ഹവ്വ ബീവി അല്ലാഹു സൃഷ്ടിച്ചതെങ്കിൽ
അതുപോലെ തന്നെ ആണും വേണ്ട പെണ്ണും വേണ്ട, ഒന്നുമില്ലാത്തിടത്തുനിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനല്ലേ റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ്. ഇത് എവിടെന്നാ ഒരാൾക്ക് മനസ്സിലാവുക? അയാൾ ഖുർആൻ പഠിക്കണം, ഖുർആനിന്റെ സഞ്ചാരിയാകണം, ഖുർആനിന്റെ ഒപ്പം സഞ്ചരിക്കണം. അതിന്റെ ആയത്തുകളിലൂടെ, അതിന്റെ അർത്ഥങ്ങളിലൂടെ, അതിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ അവൻ ഇങ്ങനെ ചിന്തിക്കുമ്പോ, തദബ്ബുർ നടത്തുമ്പോ, അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോ അവന് കൃത്യമായി റബ്ബിനെ ബോധ്യപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ചിലരൊക്കെ പറയും ഞാനിനി പ്രവർത്തിക്കാനില്ല, ഞാനിനി ഒന്നിനുമില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ധാരാളം തിന്മകൾ കടന്നു വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, തിന്മ ചെയ്തവൻ വീണ്ടും തിന്മ ചെയ്യണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? തെറ്റ് ചെയ്തവൻ വീണ്ടും തെറ്റ് ചെയ്ത് ജീവിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ 99 പേരെ കൊന്നവൻ ഇതാ ഒരു ആളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, 99 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, തൗബയില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യനെയും കൊന്നുകൊണ്ട് നൂറാക്കുന്ന ഹദീസുകളെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇതല്ലല്ലോ അല്ലാഹു പഠിപ്പിക്കുന്നത്. പാപങ്ങൾ ചെയ്തവൻ വീണ്ടും പാപിയാകാനല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. പാപങ്ങൾ പൊറുക്കുന്ന റബ്ബുണ്ട്, പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബുണ്ട്. ആ റബ്ബ് നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ആരാണോ തൗബ ചെയ്യുന്നത് അവന്റെ പാപങ്ങളെ പുറത്തു തരുന്ന റബ്ബുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് എവിടെയാണ് ഈ ആയത്ത് പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ, ചിന്തിക്കണം. ബനൂ ഇസ്രായീലിനെ കുറിച്ച് അല്ലാഹു പറയുന്നിടത്താണ്, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള പരിശുദ്ധ സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, അതിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, അന്യായം പ്രവർത്തിക്കരുത്. എന്നാൽ ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ എന്റെ കോപം ഇറങ്ങിയേക്കും. എന്റെ കോപം ആരുടെയെങ്കിലും മേലിറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, തീർച്ചയായും അവൻ നാശത്തിൽ പതിച്ചു എന്ന് താക്കീത് നൽകിയിട്ടാണ് അല്ലാഹു പറയുന്നത്, തെറ്റ് ചെയ്തവരെ നിങ്ങൾ ഇനിയും തെറ്റിലേക്ക് പോകണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചെറുപ്പക്കാരെ, ഏതെങ്കിലും സമയത്തിൽ തെറ്റ് ജീവിതത്തിലേക്ക് നിങ്ങളുടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ തെറ്റ് ചെയ്തു കൊള്ളുക എന്നതല്ല ഖുർആനിന്റെ സന്ദേശം. തെറ്റുപറ്റിപ്പോയി, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി, പരിഹാരമുണ്ട്. നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഗഫാറായ നിന്റെ റബ്ബുണ്ടല്ലോ, പാപങ്ങൾ പുറത്തു തരുന്ന നിന്റെ റബ്ബുണ്ടല്ലോ, നിന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. വആമന, വിശ്വസിക്കുകയും, വഅമില സ്വാലിഹാത്ത്, സ്വാലിഹാത്തായിട്ടുള്ള, വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ, നല്ല പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിൽ അവന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം. അത് ഖുർആൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് സഹോദരങ്ങളെ നമുക്കതിനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, നബിയെ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലയോ എന്റെ അടിമകളെ, നബിയെ പറഞ്ഞു കൊടുക്ക. എന്റെ അടിമകളോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഏത് അടിമകളോടാണെന്നറിയോ? അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അന്യായം ചെയ്തു പോയ അടിമകളുണ്ടല്ലോ, കുറ്റം ചെയ്തു പോയ അടിമകളുണ്ടല്ലോ, അവരോട് പറഞ്ഞോ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശ വേണ്ട. അതല്ല
അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശ വെക്കണ്ട. എന്താണ് കാരണം? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അങ്ങനെ റബ്ബിനൊരാൾ മനസ്സിലാക്കണമെങ്കിൽ അവൻ ഖുർആൻ പഠിക്കണം. ഖുർആൻ അവൻ കൃത്യമായി അതിന്റെ അർത്ഥങ്ങളെ അറിയണം, തദബ്ബുർ ചെയ്യണം. അതിന്റെ അർത്ഥവും ആശയവും പഠിക്കാൻ, അത് പകർത്താൻ അവൻ ഒരുക്കമാകണം എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ ആദൻതുഹു ബിൽ ഹർബ് വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഇഫ്തറത അലൈഹി. ഒരു അടിമയുണ്ടല്ലോ, അല്ലാഹ് അവന്റെ മേൽ നിർബന്ധമാക്കിയതും അതുപോലെ തന്നെ സുന്നത്താക്കിയതുമായ കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കേൾവി അള്ളയാകും, അവന്റെ കാഴ്ച അള്ളയാകും, അവന്റെ പിടുത്തം അല്ലാഹുവാകും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ കേൾക്കുന്നത് നല്ലതായിരിക്കും, അവൻ കാണുന്നത് നല്ലതായിരിക്കും, അവൻ പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും, അവൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഇൻ സഅൽനീ ലഉഅതിയന്നഹു. ഇനി അവനെന്നോട് എന്തെങ്കിലും ചോദിച്ചാലോ, അവനെന്നോട് ആവശ്യപ്പെട്ടാലോ അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും, അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും. ആ പ്രയോഗം മറന്നു പോകാൻ പാടില്ല. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സുന്നത്ത് നിർവഹിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ട്. റബ്ബിനോട് അവൻ പ്രാർത്ഥിച്ചാൽ, ചോദിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്നതാണ്. വലഇനിസ്തആദനി, അവൻ എന്നോട് ശരണം ചോദിച്ചാൽ, അഭയം ചോദിച്ചാൽ, ലഉഈദന്നഹു, അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യുന്നതാണ്, അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യുന്നതാണ്. എന്താണ് കാരണമെന്നറിയോ? അവൻ അടുത്തവനാണ്, സമീപസ്ഥനാണ്, ദൂരെയല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും അടിമകൾ വിളിച്ചാൽ കേൾക്കാത്തവനല്ല, അതല്ലെങ്കിൽ സാധുവായ അടിമയെന്നോ ഏതെങ്കിലും നിലക്ക് വേർതിരിവ് കാണിക്കുന്നവനല്ല. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നബിയെ പറഞ്ഞു കൊടുത്തോ ആ റബ്ബിനെ കുറിച്ച്, അടുത്തവനാണ്, സമീപസ്ഥനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവൻ ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കുക തന്നെ വേണം. അവൻ ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കണം. സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഖുർആനിന്റെ ആയത്തുകൾ ഓതണം. അതിന്റെ പാരായണങ്ങളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഏറ്റവും ദരിദ്രമായ വീടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച വീട് ഏതാണെന്നറിയോ? ഖുർആൻ പാരായണം ചെയ്യാത്ത വീടെന്നല്ലേ പഠിപ്പിച്ചത്? ഖുർആൻ ഓതാത്ത വീടാണ് സുഫറായ, ദാരിദ്ര്യമുള്ള, ശൂന്യമായ വീടെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ഭാഗ്യവാന്മാരെ, നമ്മുടെ വീടുകൾ ശൂന്യമായ വീടുകളായി പോകരുത്, നമ്മുടെ വീടുകൾ ഒന്നുമില്ലാത്ത വീടുകളായി പോകരുത്. ഒരുപക്ഷെ ആ വീട്ടിൽ ഫർണിച്ചറിന്റെ കുറവുണ്ടാകും, ആധുനിക സംവിധാനങ്ങളുടെ കുറവുണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള അങ്ങനെയുള്ള ഭൗതികമായ സൗകര്യങ്ങളുടെ പോരായ്മകൾ ഉണ്ടാകും. പക്ഷേ മലായികത്തുകൾ പ്രവേശിക്കുന്ന ഒരു പോരായ്മ ആ വീട്ടിൽ ഉണ്ടായിക്കൂടാ. മക്ബറകളാക്കി വീടുകളെ മാറ്റല്ലേ എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏത് വീടുകളാണ്? ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകളല്ലേ? അതുകൊണ്ട് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാച് അവിടെ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളൊക്കെയാക്കി നമ്മുടെ വീടുകൾ മാറണം. ഭാര്യ ഓതണം, മക്കൾ ഓതണം, ഭർത്താവ് ഓതണം, വാപ്പ ഓതണം, ഉമ്മ ഓതണം, എല്ലാ അംഗങ്ങളും ഖുർആൻ ഓതണം. എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോ, ഉപ്പ എന്റെ ഒരു ജുസ് കഴിയാറായിട്ടുണ്ടെന്ന് പറയുന്ന അതേ മക്കൾ നമുക്കുണ്ടായിരിക്കണം. എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയണം, എന്റെ ഇവിടെ
മദ്ദത്തി, നിങ്ങൾ എവിടെ എത്തിക്കാ എന്ന് ചോദിച്ച് പരസ്പരം ഇങ്ങനെ ഖുർആൻ ഓതുന്നിടത്ത്, നന്മകൾ ചെയ്യുന്നിടത്ത് സഹകരിക്കുന്ന, പരസ്പരം പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിരിക്കണം. ഇതിനൊക്കെ വീട്ടിൽ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ഖുർആൻ ഇങ്ങനെ അല്ലെ മരിച്ചു കഴിയുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് 2 ഖുർആൻ കൊണ്ടുവന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ഖുർആൻ അന്വേഷിക്കുന്നവരായി മാറാൻ പാടില്ല. ഖുർആൻ നിത്യവസന്തമായിരിക്കണം. ഖുർആൻ നിത്യ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വേദഗ്രന്ഥമായിരിക്കണം. പാരായണ രംഗത്ത്, പ്രവർത്തന രംഗത്ത് അതിനെ കൃത്യമായി സ്വീകരിക്കുന്നിടത്തൊക്കെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അതിന്റെ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ അതൈത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ഫതവദ്ദഅ വുദൂഅക ലിസ്സലാഹ്, നീ നിസ്കാരത്തിന് വേണ്ടി വുദൂഎടുക്കുന്നത് പോലെ നീ വുദൂഎടുക്കുക. എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നറിയോ? സുമ്മ മൽജഅക അലാ ശിഖ്ഖിൽ അയ്മൻ, വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നീ കിടക്കുക. എന്നിട്ട് നീ പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഹതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിൽ ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ആ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഒരാൾ കിടക്കാൻ നേരത്ത് അവന്റെ അവസാനത്തെ വാചകം അതായി കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അവൻ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിൽ മരണപ്പെട്ടു എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഫിത്രത്ത് എന്ന വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. എവിടെയാണ് വന്നിട്ടുള്ളത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു പിറന്നു വീണ കുട്ടിക്ക് പാപങ്ങളില്ലെങ്കിൽ അത് ഫിത്രത്താണെങ്കിൽ, സഹോദരങ്ങളെ, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തുണ്ടല്ലോ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ വലിപ്പമാണ്. അതിന്റെ അർത്ഥമറിഞ്ഞ് റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷ, അല്ലാഹുവേ നീയാണ് എന്റെ അവലംബം, അല്ലാഹുവേ നീയാണ്, നിന്നോട് പേടിച്ചുകൊണ്ടും നിന്നോട് അതുപോലെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയെ ഒരാൾ ചൊല്ലിക്കൊണ്ട് കിടന്നാൽ, സഹോദരങ്ങളെ, കിട്ടുന്ന വലിപ്പം ചെറുതല്ല. ഈ പ്രാർത്ഥനയുടെ വലിപ്പുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം, ബോധ്യപ്പെടണം. പ്രാർത്ഥനകൾ, പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ കാണാതെ പഠിക്കണം. ആ പ്രാർത്ഥനകൾ അഖിലവും അല്ലാഹുവിനോട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരം അതാണല്ലോ. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം. ഒരു പ്രാർത്ഥനയാണ് ഇന്നും മക്കത്ത് പോയിട്ടുള്ളവർ, ആ മക്കയിൽ കിട്ടാത്ത സൗകര്യങ്ങളില്ല, ആ മക്കയിൽ കിട്ടാത്ത ഒരു നിലക്കുമുള്ള കാര്യങ്ങളുമില്ല. എന്താണെന്നറിയോ? അതൊരു പ്രാർത്ഥനയായിരുന്നു. ഏതൊരു പ്രാർത്ഥനയാണെന്നറിയോ? പാറക്കെട്ടുകൾ അടങ്ങി നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു മക്ക എന്നുള്ളത്. ചുറ്റും പാറകളാണ്, കുന്നുകളാണ്, പർവ്വതങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഒരു വാദിയാണ് മക്ക എന്നുള്ളതെങ്കിൽ, ആ മക്കയിൽ നിന്ന് കാണുന്ന ഫലപുഷ്ടിയുള്ള എല്ലാം ലഭിക്കുന്ന രൂപത്തിലേക്ക് അതിന് മാറ്റം സംഭവിച്ചത് എങ്ങനെയാണെന്നറിയോ? അതൊരു പ്രാർത്ഥനയായിരുന്നു. ആരുടെ പ്രാർത്ഥനയാണ്? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രാർത്ഥനയായിരുന്നു. എന്താണ് പ്രാർത്ഥന എന്നറിയോ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറ ദീ സർഇൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ കൊണ്ടുപോയാക്കുകയാണ്. മക്കത്തേക്ക് കൊണ്ടുപോയാക്കുമ്പോ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഇന്നി അസ്കൻതു മിൻ ദുരിയതി, എന്റെ മകനെ, എന്റെ മക്കളെ ഞാനിതാ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുകയാണ്. എവിടെയാണെന്നറിയോ? മക്കയിലാണ്. മക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ?
ബിവാദിൻ ഗൈറ ദീ സറഇൻ, ഒരു കൃഷിയുമില്ലാത്ത ഭൂമിയാണ്, മരുഭൂമിയാണ്, പാറക്കല്ലുകൾ മാത്രമുള്ള ഭൂമിയാണ്, ഒരു വെള്ളവുമില്ലാത്ത ഭൂമിയിലാണ് കൊണ്ടുവന്നാക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് വറസുഖുഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കണേ, റിസ്ക് കൊടുക്കണേ, മിനസ് സമറാത്തി, വിഭവങ്ങളിൽ നിന്ന്, പഴങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളിൽ നിന്നൊക്കെ, ലഅല്ലഹും യശ്കുറൂൻ, അവര് നന്ദിയുള്ളവരായേക്കാമെന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ സംഭവത്തിൽ വലിയ കഥകളുണ്ടല്ലോ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ ചോരപ്പൈതലായി കൊണ്ടുവന്ന് മക്കയിൽ മരുഭൂമിയിൽ കൊണ്ടുവന്നാക്കുമ്പോ ഉമ്മയും കൂടെയുണ്ടല്ലോ. ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഉമ്മ ചോദിക്കുന്നുണ്ട്, ഭാര്യ ചോദിക്കുന്നുണ്ട്, ഐന തദ്ഹബു തത്റകുനാ ബിഹാദൽ വാദിൽ ലദി ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈഉൻ, ഒരു മനുഷ്യനും ഒന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങോട്ടാണ് ഇബ്രാഹിമേ പോകുന്നത് എന്ന് ഭർത്താവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, അല്ലാഹ് കൽപ്പിച്ചതല്ലേ. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം നബിയോട് ഭാര്യ ചോദിക്കുന്നത്, അല്ലാഹു അമറക ഹദാ, അല്ലാഹ് കൽപ്പിച്ചതാണോ ഈ കാര്യമെന്നല്ലേ? റബ്ബിന്റെ കൽപ്പനയാണോ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്? അതേ റബ്ബിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, എങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, ത്യാഗം സഹിച്ചു കൊള്ളാം, ക്ഷമിച്ചു കൊള്ളാം എന്ന് പറയുന്നത് അതേ ഏതെങ്കിലും ഒരു വിശാലമായ മനുഷ്യന്മാർ ജീവിക്കുന്ന ജനനിബിഡമായ സ്ഥലത്തല്ല സഹോദരങ്ങളെ. ആരുമില്ലാത്ത, പച്ചിലകളില്ലാത്ത, വെള്ളമില്ലാത്ത സ്ഥലത്താണ് ഇത് പറയുന്നതെങ്കിൽ അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ കൽപ്പനകളെ അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലക്ക് ഖുർആനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ആലോചിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഖുർആൻ നിത്യവസന്തമായി നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഖുർആൻ പഠിക്കണം. ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. പ്രാർത്ഥനകളിൽ അല്ലാഹ് ഉത്തരം കൊടുത്ത സന്ദർഭങ്ങളുണ്ടല്ലോ. എത്ര സന്ദർഭങ്ങളാണ്. നാം ഉത്തരം നൽകി എന്ന് അല്ലാഹ് പറഞ്ഞ എത്ര സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ടെന്നറിയോ? ഇത് ഏതെങ്കിലും ഒരു കഥയല്ലല്ലോ, ഇത് ഏതെങ്കിലും കവികൾ എഴുതിയതല്ലല്ലോ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണെങ്കിൽ സഹോദരങ്ങളെ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥനകൾ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയണമെങ്കിൽ, പേടിക്കാതെ ജീവിക്കണമെങ്കിൽ, ഈ ദുനിയാവിൽ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്ന ഖുർആൻ പഠിപ്പിച്ച ബോധ്യവും ബോധവും അത് പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനുഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു ഫഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ്, അക്രമം പകർത്താതെ കലർത്താതെ കൊണ്ടു നടക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, സമാധാനമുള്ളത്. സമാധാനമുള്ള ജീവിതം നമുക്ക് കൊണ്ടു നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നന്മകളുടെ കൂട്ടാളികളായി തിന്മകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോക്കേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയോ? അല്ലാഹു വഹി നൽകുന്ന കാര്യമാണ്. അതെന്താണ്? അതെ, അല്ലാഹു വഹി നൽകി ഫഔഹാ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹുവിന്റെ വഹി എന്നറിയോ? ആരാണോ ആ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ആരാണോ ആ റബ്ബിന്റെ മുമ്പിൽ എത്തി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്, ഫൗഹാ ഇലൈഹിം റബ്ബുഹും ലാ നഹ്ലികന്ന ളാലിമീൻ, അവരിലേക്ക് അല്ലാഹു വഹി നൽകി
സംഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. എന്നെ കണ്ടുമുട്ടുമെന്ന് ആര് ഭയപ്പെടുന്നുവോ? സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളും നിങ്ങൾ പരിശോധിച്ചോ. ഏതൊക്കെ മേഖലകളിലും നമ്മുടെ സാമ്പത്തിക രംഗമാണെങ്കിൽ ആ രംഗത്ത് പലിശയുമായ ഒരു ബന്ധവും ഞാൻ പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് സാമ്പത്തിക രംഗത്ത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ പണം അത് ഹലാലായ മാർഗത്തിലെ എന്റെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നുള്ളൂ, ഒരു ഹറാമിന്റെ അവസ്ഥയും എനിക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റുമോ? എന്തേ കാരണമെന്നറിയോ? ഇന്ന് പലരും അതൊക്കെ ഹലാലായും അതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ശ്രദ്ധ, ഇവിടെയൊക്കെ ഒരു കൃത്യമായ ഖുർആൻ പഠിപ്പിച്ച സമീപനങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞാൽ, ഇതിൽ നിന്നൊക്കെ അവഗണിച്ച് നാം ജീവിച്ചാൽ, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى ومن أعرض عن ذكري. ഈ ദിക്റിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന്റെ സങ്കേതമുണ്ടല്ലോ, അവന്റെ ജീവിതമുണ്ടല്ലോ, അത് കുടുസാക്കിക്കൊണ്ടല്ല കൊടുക്കുന്നതാണ്. അല്ലാഹു കുടുസാക്കും. സഹോദരങ്ങളെ, നാം ഈ ദീനിൽ നിന്നും ഈ നന്മയിൽ നിന്നും ഈ നന്മയുടെ അവസ്ഥകളിൽ നിന്നുമൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ഈ ഖുർആനിൽ നിന്നൊക്കെ നാം തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആൻ ക്ലാസുകളിൽ നിന്നൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ എത്രയെത്ര ശാഖകളിലാണ് ഖുർആൻ ക്ലാസുകൾ നടക്കുന്നത്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു മണിക്കൂർ ആഴ്ചയിൽ നാം ഒത്തുകൂടുന്നുണ്ട് എന്നൊരു ഉറപ്പ് നമ്മൾ വരുത്തണം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതില്ലെങ്കിലോ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും നാം അലസന്മാരായി പോകുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹുവേ എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ അല്ലാഹ്. ആ ദീനിന്റെ പ്രത്യേകത എന്താ? അല്ലദി അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി ഇസ്മത്തു അംരി, അതിന്റെ എന്റെ കാര്യങ്ങളുടെ സുരക്ഷിതത്വമാണ് അല്ലാഹ്. അതുകൊണ്ട് എന്റെ ദീനിനെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞാൻ പുൽകുന്ന ദീൻ അത് ഖുർആനും സുന്നത്തും വരച്ചു കാണിച്ച പൂർണ്ണ അർത്ഥത്തിൽ അതിന്റെ പ്രായോഗിക രൂപത്തിലുള്ള ആ അവസ്ഥയിൽ എനിക്ക് കൊണ്ടു നടക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ആ ആവശ്യങ്ങളെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന യുവാക്കളെ, യുവതികളെ, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു ലഹരിയിലും നാം അടിമപ്പെട്ടു പോകാൻ പാടില്ല. ഒരു നിലക്കുള്ള ലഹരിയുടെ വക്താക്കളായി നമ്മൾ മാറാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോ വഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാറായില്ലേ എന്ന ചോദ്യത്തിന് അതേ എന്ന് പറഞ്ഞ് വിരമിച്ചിട്ടുള്ള സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ പല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം. അവർ നിസ്കരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 7 വയസ്സായാൽ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞ റസൂലിന്റെ വാചകങ്ങളെ മക്കളുടെ സ്നേഹത്തെക്കാൾ നാം മുഖവിലക്കെടുക്കണം. അവരെ അടിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിക്കാത്ത മക്കളെ ചെറു ശിക്ഷണങ്ങൾ നൽകി അവരെ കൃത്യമായി അടിക്കണം. ഇന്നിതാ പെൺകുട്ടികൾ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മുമ്പിലൂടെ ലിപ്സ്റ്റിക്കും ധരിച്ചിറങ്ങി പോകുന്ന ദയനീയ കാഴ്ച പല വീടുകളിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന വീടുകളിൽ നിന്ന് പോലും അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. യൂടെക്സിന്റെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ മുഖത്ത് ഏതെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് മുഖം ചുവപ്പിച്ച് നടക്കുന്ന സ്ത്രീകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തേ സഹോദരങ്ങളെ, എവിടെയാണ് തിരുത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി
വസല്ലം പറഞ്ഞല്ലോ, ഇദാ ലം തസ്തഹി, ഒരുത്തന് ലജ്ജയില്ലെങ്കിൽ ഫസ്നഉ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ ആ ലജ്ജ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ നടക്കുന്നത്. സഹോദരങ്ങളെ, നിയന്ത്രിക്കാൻ പറ്റണം, പിടിച്ചു നിർത്താൻ പറ്റണം, പാടില്ല എന്ന് പഠിപ്പിക്കാൻ പറ്റണം. സ്പ്രേ അടിച്ചിറങ്ങുന്ന പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചാരിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയായി പോകരുത്, നമ്മുടെ ഭാര്യയായി പോകരുത്. നമ്മുടെ പെൺമക്കൾ വ്യഭിചാരിണി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ആ വിഷയങ്ങളിൽ ഗൗരവം പുലർത്തണം. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുക? ഖുർആനിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്ത്, അതിനെ നെഞ്ചകത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നിടത്ത് മാത്രമാണ് ഒരാൾക്ക് ഇതൊക്കെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുകയുള്ളൂ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. വേഷവിധാനങ്ങളിൽ ശ്രദ്ധിക്കണം. നിര്യാണിക്ക് മുകളിൽ ആണുങ്ങൾ വസ്ത്രം ധരിക്കുന്നത് ശ്രദ്ധിക്കണം, അതിന്റെ താഴെ പോകരുത് എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കർശനമായ നിർദ്ദേശമാണെങ്കിൽ അത് നരകത്തിലാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാഷൻ വരുമ്പോൾ മാത്രം നിര്യാണിക്ക് മുകളിൽ ധരിക്കുന്ന ചെറുപ്പക്കാരായി മാറരുത്. ഇസ്ലാമിന്റെ ഫാഷൻ, ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് അതായിരിക്കണം നമുക്ക് ജീവിതത്തിന്റെ അറിവ് കിട്ടിയ നാൾ മുതൽ റൂഹ് പിരിയുന്ന നാൾ വരെ നമ്മുടെ ഡ്രസ് കോഡായി മാറേണ്ടത്. സ്ത്രീകളെ, നമ്മുടെ ശരീരത്തിൽ ഒരു തട്ടമുണ്ട് എന്നത് മാത്രമല്ല, ആ തട്ടം ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണ് എന്നുറപ്പിക്കുന്നിടത്തേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. ആണുങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ മുളപൊട്ടിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ഇല്ല, എന്റെ ഭാര്യ ഉടുത്തിട്ടില്ല, എന്റെ മക്കൾ ധരിക്കുന്നില്ല എന്ന ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു, ഏ നബിയേ പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയോ? കുല്ലി അസ്വാജിക, നിന്റെ ഇണയോട്, താങ്കളുടെ ഇണയോട് പറയണം. വബനാതിക, ഇണകളോടും അതുപോലെ തന്നെ പെൺമക്കളോടും. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായിട്ടുള്ള സ്ത്രീകളോടും പറയണം. എന്താണ് പറയേണ്ടതെന്നറിയോ? വയുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ അവരുടെ മാറിടത്തിലേക്ക് അതിങ്ങനെ തൂക്കിയിട്ട് കൊള്ളട്ടെ, ഒട്ടിച്ചു വെച്ചു കൊള്ളട്ടെ എന്നല്ല, അത് ശരീരത്തിന്റെ ആകൃതികളെ കാണാത്ത രൂപത്തിൽ അതിനെ കൃത്യമായി അവരുടെ ശരീരത്തിലേക്ക് അതിങ്ങനെ തൂക്കിയ നിലയിൽ അത് ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളൊന്നും കാണാത്ത രൂപത്തിലായിക്കൊള്ളട്ടെ. എന്തിനാണെന്നറിയോ? ദാലിക അദ്നാ അയ്യുറഫിന, അത് നിങ്ങളൊരു നല്ല സ്ത്രീയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, നീ നല്ലൊരു പെണ്ണാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഫലാ യുദീന, അതുപോലെ തന്നെ നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. എവിടെയാണ് ഇതൊക്കെ മാറാൻ പറ്റുക? ഒരു ഖുത്ബ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ഖത്തീബിനോട് ഭർത്താവ് എന്ന് പറഞ്ഞത്, എന്റെ ഭാര്യ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഖുത്ബക്കിടയിൽ ആഗ്രഹിച്ചു എന്നതാണ്. ഖത്തീബ് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ, ഇവിടെ പെണ്ണുങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലോ, അല്ലെ പെണ്ണുങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലോ. സഹോദരങ്ങളെ, ആഴ്ചയിൽ കിട്ടുന്ന ഒരു ഖുത്ബ അത് ചെറുതാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊരു വാഹന സൗകര്യം ഏർപ്പെടുത്തിയാലും വേണ്ടില്ല, നമ്മൾ അവരെ എത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആഴ്ചകളിലുള്ള ഖുർആൻ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കണം. അതിൽ നമ്മുടെ മക്കളെ എത്തിക്കണം. ഓക്കെ, ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ എന്ത് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കി. കാല് മുറിക്കാൻ വേദന സംഹാരി വേണോ എന്ന് ചോദിക്കുന്ന ഡോക്ടറോട് വേണ്ട, നല്ലൊരു കാലിന്റെ ഖുർആൻ പാരായണം എനിക്ക് ഇട്ടുതന്നാൽ മതി, അതിങ്ങനെ കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഖുർആൻ പാരായണത്തിൽ അങ്ങ് ലയിക്കുമ്പോ എന്റെ കാലുകളെ നിങ്ങൾക്ക് മുറിക്കാം. ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ട് എന്റെ മുഖത്ത് ഇങ്ങനെ ചുമന്നു വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തോ? എന്റെ കാല് മുറിച്ചോ? അറക്കവാളുകൾ കൊണ്ട് പണ്ട് കാല് മുറിക്കുന്ന സാഹചര്യത്തിൽ കാല് മുറിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, അതേ
ഖുർആൻ അവരെയൊക്കെ എത്ര സ്വാധീനിച്ചെന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടൊരു ഖുതുബ വഴിയിലൂടെ നടന്നുപോയ മനുഷ്യൻ കേൾക്കുകയാണ്. കല്ലുകൾ അതുപോലെ തന്നെ മനുഷ്യന്മാരും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന നരകം എന്ന് കേട്ടപ്പോ പാറമടയിൽ ജോലിയെടുക്കുന്ന ഇയാള് ഒന്ന് ചിന്തിച്ചു. കാരണം ഒരു കല്ല് പൊട്ടിക്കാൻ ഞാൻ എടുക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് എങ്കിൽ ആ കല്ല് കത്തുന്ന നരകം എന്ന് പറയുമ്പോ എത്ര ഭയാനകമായിരിക്കുമെന്ന് ചിന്തിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ചിന്തിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നിടത്തേക്ക് ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞില്ല ഒരു സംഭവം കൂടി ഹദീസുകളിൽ വായിക്കാൻ സാധിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിന്റെ കാരണം എന്നറിയോ സഹോദരങ്ങളെ? അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെ അത്രയും ഓതിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കൊടുക്കാൻ അല്ലാഹ് നബിയോട് കൽപ്പിക്കുകയാണ്. അന്നഹു ജലസ യൗമൻ ഇലാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വകാന ഉബയ്യ് റളിയല്ലാഹു അൻഹു ഖാരിഅൻ ലിൽ ഖുർആനി ബായിഅൻ ഫീ തിലാവത്തിഹി. അദ്ദേഹം ഖുർആൻ പാരായണത്തിൽ രാവും പകലും സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക ലം യകുനിൽ ലദീന കഫറു. ഈ സൂറത്ത് അദ്ദേഹത്തിന്റെ മേൽ ഓതി കൊടുക്കാൻ എന്നോട് അല്ലാഹ് കൽപ്പിച്ചു എന്നാണ്. ഇത് പറഞ്ഞിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടെ സമ്പത്തുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യം ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്വഹാബത്തൊക്കെ ഉണ്ടായിരിക്കെ എന്റെ റബ്ബ് എന്റെ പേര് പറഞ്ഞ് എനിക്ക് ഖുർആൻ ഓതിത്തരാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നിടത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണമാണെങ്കിൽ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, അതിനെ അവഗണിക്കരുത്. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരാതി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പരാതി എന്നറിയോ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഹാദൽ ഖുർആന വഖാല റസൂലു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ റബ്ബി എന്റെ റബ്ബേ ഇത്തഖദു ഈ ഖൗമുണ്ടല്ലോ ഈ ഖുർആനിനെ അവഗണിച്ചുകൊണ്ടല്ലാതെ സ്വീകരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുന്ന പരാതിയുടെ വാചകങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണ് ഒരാൾ ഖുർആനിനെ ഹജർ ചെയ്യുന്നത്? ഖുർആനിനെ പാരായണം ചെയ്യാതിരിക്കൽ അതിനോടുള്ള ഹജറാണ്, അതിനോടുള്ള വെറുപ്പാണ്, അതിനെ അവഗണിക്കലാണ്. ഖുർആൻ ഹിഫ്ളാക്കാതിരിക്കൽ അതിനോടുള്ള അവഗണനയാണ്. ഖുർആൻ അർത്ഥം പഠിക്കാതിരിക്കൽ അതിനോടുള്ള അവഗണനയാണ്. ഖുർആൻ തദബ്ബുർ ചെയ്യാതിരിക്കൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൽ അതിനോടുള്ള അവഗണനയാണ്. അത് സ്വീകരിക്കാതെ പ്രവർത്തിക്കാതെ അത് കർമ്മത്തിൽ കൊണ്ടുവരാതിരിക്കൽ അത് അതിനോടുള്ള അവഗണനയാണ്. അതുകൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഒരായത്ത് കേട്ടപ്പോ ആ ആയത്തിന്റെ കൂടെ ഓടി സഞ്ചരിച്ച സ്വഹാബത്തുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ മകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞു, വ്യഭിചാരോപണം പറഞ്ഞു. ആരാണെന്നറിയോ? മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആരാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പൈസ കൊടുത്ത്, അദ്ദേഹം ഭക്ഷണം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോ അദ്ദേഹം എടുത്ത തീരുമാനം എന്താണെന്നറിയോ? ഇല്ല, ഞാൻ ഈ മിസ്തഹിന് ഒന്നും കൊടുക്കില്ല, ഞാൻ ഇത്രയും നാൾ കൊടുത്തത് ഇനി ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുമ്പോ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുന്നുണ്ട്. ഏതാണ് ആയത്തെന്നറിയോ? അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഏതു വിഷയമായി കൊള്ളട്ടെ, അലാ തുഹിബ്ബൂൻ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്ന വിഷയത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹുവിന്റെ മാറ്റം എന്താണെന്നറിയോ? അദ്ദേഹം പറയുകയാണ്, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു യാ റബ്ബനാ അൻ നഗ്ഫിറ ലനാ. അല്ലാഹുവേ, അതേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നതിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുവേ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിങ്ങനെ അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് തടഞ്ഞു വെച്ച എല്ലാം തിരിച്ചു കൊടുക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് ആലോചിക്കുക, ഖുർആൻ പാരായണം ചെയ്യണം, അത് പഠിക്കണം. പഠിക്കാത്ത, അത് ക്ലാസ്സില്ലാത്ത എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉദ്ഘാടന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ സംഘടിപ്പിക്കുന്ന ഈ സദസ്സിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണം. രണ്ടാളുള്ളൂ എങ്കിൽ പോലും ഞങ്ങളൊന്ന് കൂടിയിരുന്ന് അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തു വെച്ച് ഇതാ ഞങ്ങൾ നാളെ തുടങ്ങി ആഴ്ചയിൽ 1 മണിക്കൂറോ അതല്ലെങ്കിൽ ഒരേ ദിവസങ്ങൾ ഇടപെട്ടോ ഞങ്ങൾ പഠിക്കുമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റണം. സഹോദരങ്ങളെ, ഒന്ന് കൂടിയിരുന്ന് ഒരായത്ത് വായിച്ച് ഈ അടുത്ത ഭാഗത്ത് പ്രായമുള്ള ചിലരത് ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമായി കാണാൻ സാധിച്ചു. അതിലൊരാൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അസ്ർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും എല്ലാ ദിവസവും ഇരുന്ന് ഇശാ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിരിയ 2-3 തഫ്സീറുകൾ എടുത്ത് വായിക്കുന്നു, അതിന്റെ പോയിന്റുകളൊക്കെ എഴുതി വെക്കുന്നു, എന്നിട്ട് പരസ്പരം അതിനെക്കുറിച്ച് ഇങ്ങനെ സംവദിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമ്മൾക്കിടയിലുണ്ട്. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഊഴം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിരുന്ന് ദീൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഓരോ മുസ്ലിമായ പെണ്ണിനും മുസ്ലിമായ ആണിനും അത് നിർബന്ധമായ കാര്യമാണ് ഇൽമു പഠിക്കുക എന്നത്. എന്താണ് ഇൽമു എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, അത് സുന്നത്താണ്. അതിനെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണെങ്കിൽ ആ ഇൽമു നേടാൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി പറഞ്ഞതിനെയും കേട്ടതിനെയും ഒക്കെ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വന്നിട്ടുള്ള അപാകതകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഷാഫി സ്വബാഹിക്ക് തൊണ്ടക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. നമ്മുടെയൊക്കെ ദുആയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. ഏതെങ്കിലും പ്രോഗ്രാം ഏറ്റിട്ട് വരാതിരുന്ന ഒരവസ്ഥയല്ല, അങ്ങനെ ആരും തന്നെ ഇല്ല. മറിച്ച് അദ്ദേഹത്തിന് തീരെ പറ്റണില്ല. വെള്ളിയാഴ്ച ഖുത്ബ പോലും ഈ ഉള്ളവനാ പോയി പറഞ്ഞത്. അത്രമേൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ആദർശ പ്രബോധന വീതിയിൽ ശബ്ദം ഉയർത്താനും ദഅ്വാ രംഗത്ത് മുന്നോട്ട് വരാനും അല്ലാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നമുക്കൊക്കെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹാരിസ് മൗലവി, അദ്ദേഹത്തിന് അല്ലാഹു ആരോഗ്യം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ധാരാളം പ്രവർത്തകരുണ്ട്, കിഡ്നി രോഗികളായ ധാരാളം പ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങളും ബാധിച്ച് ഇവിടെയൊക്കെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ വരാൻ പറ്റാത്തവരുണ്ട്. മനസ്സുകൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ആർജവത്തോടെ നമ്മളിപ്പോൾ ഓടി നടക്കുന്നുണ്ടല്ലോ, നമുക്കൊക്കെ വരാൻ പറ്റാത്തൊരു സമയമുണ്ടാവും. അപ്പൊ വീട്ടിലിരുന്ന് പ്രതിഫലം വാങ്ങാൻ പറ്റുമെന്നതാണ് ഈ ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുക, വരുമ്പോഴൊക്കെ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരവസരവും ഒരു സൗകര്യവും ഒരു സാഹചര്യവും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. എല്ലാം ഉപയോഗപ്പെടുത്ത സമയവും അതിനുള്ള ബർക്കത്തും ഒക്കെ നൽകുന്നവൻ അള്ളയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി എളുപ്പമാക്കി തരുന്നവൻ അള്ളയാണ്. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്. നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകും, അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആദർശ വീതിയിൽ ഏതൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ പറഞ്ഞാലും തിരുത്തപ്പെടാത്ത ആദർശം എപ്പോഴും കൊണ്ടു നടക്കുന്നവർ നമ്മൾ മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മുടെ ആദർശ സമ്മേളനത്തിൽ കൃത്യമായി സംസാരിക്കും. പഠിക്കണം. ഇതിങ്ങനെ ഓടിങ്ങനെ നടക്കുമ്പോൾ പഠിക്കണം, ആദർശം പഠിക്കണം, അതിനെ കൃത്യമായി മനസ്സിലാക്കണം. അതിലൊരു ശക്തി ഉണ്ടാകാൻ പാടില്ല. ആദർശത്തിൽ ഒരു ശക്തി ഉണ്ടായിരിക്കും, ആദർശത്തിൽ ക്ലിയർ ആയിരിക്കും, അതിൽ ഉറച്ച നിലപാടുണ്ടായിരിക്കണം.
അല്ലാഹു ആദർശത്തിൽ നിലകൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.